വമ്പൻ പണി കൊടുത്ത് ഇന്ത്യ. പാകിസ്ഥാൻ വ്യോമസേന ഉപയോഗിക്കുന്ന അത്യാധുനിക ചൈനീസ് നിർമ്മിത PL-50E എയർ ടു എയർ മിസൈലിന്റെ സാങ്കേതിക രഹസ്യങ്ങൾ ഇന്ത്യ കൈവശപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. ഇന്ത്യൻ രഹസ്യങ്ങൾ ചോർത്താൻ നടക്കുന്ന പാകിസ്ഥാന്റെ മർമ്മത്ത് നോക്കി തന്നെ പണി കൊടുക്കുകയായിരുന്നു ഇന്ത്യ. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്നാണ് ഈ മിസൈലിന്റെ രഹസ്യങ്ങൾ പൊളിച്ചതെന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2025 മെയ്യിൽ ഇന്ത്യ പാക് അതിർത്തിയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ സൈനിക സംഘർഷ സമയത്താണ് PL-50E മിസൈൽ പാകിസ്ഥാൻ വ്യാപകമായി ഉപയോഗിച്ചത്. ഈ മിസൈലുകൾ ഇന്ത്യ വിജയകരമായി തകർത്തിരുന്നു. എന്നാൽ പാകിസ്ഥാൻ വ്യോമസേന തൊടുത്ത ഈ മിസൈലുകളിൽ ഒന്ന് പഞ്ചാബിലെ ഷോയാർപൂർ ജില്ലയിലെ കമാഹി ദേവി ഗ്രാമത്തിന് സമീപം തകരാറുകൾ കൂടാതെ വീണ് കിട്ടിയിരുന്നു. ഈ മിസൈലിൽ നിന്നാണ് ഇന്ത്യൻ ഗവേഷകർ സാങ്കേതിക വിവരങ്ങൾ ശേഖരിച്ചത്. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ പക്കലുള്ള മുൻനിര യുദ്ധവിമാനങ്ങളായ LCA തേജസ്, സുഗോയ് Su-30, MKI, റഫാൽ എന്നിവയുടെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ചൈനീസ് മിസൈലിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം ഇതിനകം അപ്ഗ്രേഡ് ചെയ്തു കഴിഞ്ഞുവെന്നാണ് വിവരങ്ങൾ. കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന്റെ J-10C അല്ലെങ്കിൽ JF-70 യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ഈ ചൈനീസ് മിസൈൽ തൊടുത്തത്. ലക്ഷ്യം കാണാതെ പോയ മിസൈൽ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ വന്ന് വീഴുകയായിരുന്നു. ഇന്ത്യൻ മിസൈലുകളിൽ സാധാരണയായി കാണാറുള്ള വിക്ഷേപണം പരാജയപ്പെട്ടാൽ സ്വയം നശിക്കാനുള്ള സംവിധാനം ചൈന പാകിസ്ഥാന് നൽകിയ ഈ കയറ്റുമതി പതിപ്പായ PL-50E ഘടിപ്പിച്ചിരുന്നില്ല. മിസൈലിന്റെ പ്രോക്സിമിറ്റിയും ഫ്യൂസും കൃത്യമായി പ്രവർത്തിക്കാതിരുന്നതിനാൽ മിസൈലിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഒട്ടും കേടുപാടുകൾ കൂടാതെയാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിജയങ്ങളിൽ ഒന്നായാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. DRDOയുടെ ലാബുകളിൽ നടത്തിയ വിശദമായ പരിശോധനയിലൂടെ PL-50E മിസൈലുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ ഇന്ത്യ വേർതിരിച്ചെടുത്തു. മിസൈലിന്റെ ഗതി നിയന്ത്രിക്കുന്ന മിനിയേച്ചർ AESA റഡാർ സീക്കറിന്റെ സിഗ്നലുകളും ഫ്രീക്വൻസികളും ഇന്ത്യ തിരിച്ചറിഞ്ഞു. മിസൈൽ തൊടുത്തുവിട്ട വിമാനവുമായി ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന സുരക്ഷിത ഡാറ്റ ലിങ്ക് ഫോർമാറ്റുകളും ഡീകോഡ് ചെയ്യാനായി. ജാമിങ്ങിനെ പ്രതിരോധിക്കാൻ മിസൈൽ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി, എജിലിറ്റി, ലോജിസ്റ്റിക്കുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാനായി. ഇതോടെ ഈ മിസൈലിന്റെ സുപ്രധാന സാങ്കേതിക വിവരങ്ങളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഈ സാങ്കേതിക രഹസ്യങ്ങൾ ചൈനീസ് മിസൈലിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാക്കി മാറ്റി. ചൈനീസ് മിസൈലിൽ നിന്ന് ചോർത്തിയെടുത്ത വിവരങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ പോർ വിമാനങ്ങളിലേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളായി നൽകി കഴിഞ്ഞു. തദ്ദേശീയമായ യുദ്ധവിമാനമായ തേജസ്, റഷ്യൻ നിർമ്മിത സുഗോയ് Su-30, MKI എന്നിവയിലെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളിലേക്ക് ഈ മിസൈലിനെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക ജാമിംഗ് ലോഞ്ചിങ് കൂട്ടിച്ചേർത്തു. ഫ്രഞ്ച് നിർമ്മിത റഫാൽ വിമാനങ്ങളിലെ അത്യാധുനിക പ്രതിരോധ സംവിധാനമായ സ്പെക്ട്രയിലും വിവരങ്ങൾ ഉൾപ്പെടുത്തി നവീകരിച്ചു. ഇതോടെ ചൈനീസ് PL-50E മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ ആക്രമിക്കാൻ മുതിർന്നാൽ അവയെ വായുവിൽ വെച്ച് തന്നെ ജാം ചെയ്യാനും വഴിതിരിച്ചുവിടാനും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സാധിക്കും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.